ചെറിയ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപം ഏറ്റവും ലളിതമായി പറഞ്ഞുതരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, പെരുന്നാൾ നിസ്കാരം ജമാഅത്ത് സുന്നത്തുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ്. ജമാഅത്തായി നിർവഹിക്കാൻ പറ്റുന്നവർ ജമാഅത്തായി നിർവഹിക്കാം, ജമാഅത്ത് പറ്റാത്തവർക്ക് ഒറ്റയ്ക്കും നിസ്കരിക്കാം. പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുമ്പോൾ നമ്മൾ നിയത്ത് കരുതേണ്ടത്, ചെറിയ പെരുന്നാളിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടെ കൂടെ തക്ബീർ ചൊല്ലി കൈകെട്ടുക. സാധാരണ 2 റക്അത്ത് എങ്ങനെയാണ് നിസ്കരിക്കുന്നത് ആ രൂപത്തിൽ തന്നെയാണ് പെരുന്നാൾ നിസ്കാരവും നിർവഹിക്കേണ്ടത്. എന്നാൽ പെരുന്നാൾ നിസ്കാരത്തിൽ നിയത്തോടെ കൂടെ തക്ബീർ ചൊല്ലി കൈകെട്ടിയ ഉടനെ വജ്ജഹത്ത് ഓതിക്കഴിഞ്ഞാൽ ആദ്യത്തെ റക്അത്തിൽ 7 തക്ബീർ ചൊല്ലുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ വജ്ജഹത്ത് ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നിങ്ങനെ 7 പ്രാവശ്യം തക്ബീർ ചൊല്ലി കൈകെട്ടുക. ഓരോ തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് പറയാം. 7ാമത്തെ തക്ബീറിന് ശേഷം ഈ തസ്ബീഹ് പറയേണ്ടതില്ല. ശേഷം ഫാത്തിഹയും സൂറത്തും ഓതി പിന്നീട് റുക്കുവും ഇഅ്തിദാലും സുജൂദും സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തവും 2ാം സുജൂദുമൊക്കെ സാധാരണ നിസ്കാരങ്ങൾ നിർവഹിക്കുന്ന പോലെ നിർവഹിച്ച് 2ാമത്തെ റക്അത്തിലേക്ക് എത്തിയാൽ അല്ലാഹു അക്ബർ എന്നിങ്ങനെ 5 പ്രാവശ്യം തക്ബീർ ചൊല്ലി കൈകെട്ടുക. ഇവിടെയും ഓരോ തക്ബീറുകൾക്കിടയിലും നേരത്തെ പറഞ്ഞ അതേ തസ്ബീഹ് തന്നെ പറയാം. 5ാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹയും സൂറത്തും ഓതുക. ശേഷം മറ്റു നിസ്കാരങ്ങൾ പൂർത്തിയാക്കുന്ന പോലെ തന്നെ പൂർത്തിയാക്കാം. ഇതിന്റെ കൃത്യമായ വിശദീകരണം നാഫിഹ് മമി യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ഒരുപാട് പേരുടെ സംശയമാണ്. മാക്സിമം ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ എത്തിച്ചു കൊടുക്കാം.